വെൽക്കം ടു AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം. ഇന്നത്തെ എപ്പിസോഡ് കജാരിയയുടെ 160/80 സൈസിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ. ഈ ഇൻട്രൊഡക്ടറി വീഡിയോ പ്ലാൻ ചെയ്ത് പ്രധാനപ്പെട്ട 3 പുതിയ അഡീഷനെ തുടർന്നാണ്. 160/80 കജാരിയയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആണ്. ഇറങ്ങിയ സമയം പോലെ ഇറ്റ് ഈസ് സോ മച്ച് സോ ദാറ്റ് 6x4 8x4 ഇറങ്ങിയിട്ട് പോലും കജാരിയയുടെ ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻസ് ഇന്നും വരുന്നത് 160/80ക്കകത്താണ്. അപ്പൊ ഈ സൈസ് ബാക്കിയുള്ള കമ്പനീസ് ഒക്കെ കൈവിടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കജാരിയ ഇതിനകത്ത് പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഇപ്പൊ വന്നേക്കുന്നത് നോവ വൈറ്റ് ആണ്. നോവ വൈറ്റ് എന്ന് പറയുന്നത് കാർവിംഗ് സാച്ചുവാരിയോ ആണ്. അത് സാച്ചുവാരിയക്കകത്ത് ഒരു കാർവിംഗ് ഫിനിഷ്. പക്ഷേ ഇതിന്റെ പ്രൈസ് വളരെ അട്രാക്റ്റീവ് പ്രൈസ് ആണ്. ദാറ്റ് ഈസ് അറൌണ്ട് 80 റുപ്പീസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ്. അപ്പം കജാരിയയുടെ 160/80 ടൈൽ 80 രൂപ റേഞ്ചിൽ കിട്ടുന്നു. സൂപ്പർ വൈറ്റ് പിഗ്മെന്റ് ആണ്. വെരി ബ്യൂട്ടിഫുൾ ടൈൽ. ഈ ബ്ലാക്ക് ലൈൻസ് എല്ലാം നമുക്ക് കൈകൊണ്ട് ഫീൽ ചെയ്യാം. നോർമൽ സർഫേസ് എന്ന് പറയുന്നത് ഒരു നോർമൽ മാറ്റ് ഫിനിഷ് ആണ്. അതിനകത്ത് ഈ കാർവിംഗ് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ലൈൻസ് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ വെച്ചേക്കുന്ന 2 പീസ് ഒരേ ബോക്സിൽ നിന്ന് എടുത്ത 2 പീസാണ്. വേരിയേഷൻസ് നമുക്ക് കണ്ടാൽ അറിയാം. ഹെവി വേരിയേഷൻ ആണ്. സോ നാച്ചുറൽ ഇറ്റാലിയൻ മാർബിളിന്റെ അതേ ലുക്ക് നമുക്ക് കിട്ടും. സോ നോവ വൈറ്റ് കളറിലെ ഫ്ലോർ മാറ്റ് ഫിനിഷിൽ നോക്കുന്നവർക്ക് മാർക്കറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് പോകാം പുതിയ അഡീഷനകത്ത്. കാർവിംഗ് സീരീസ് നമ്മൾ കണ്ട 80 രൂപ റേഞ്ചിൽ. പക്ഷേ അടുത്ത ഒരു ടൈല് സാച്ചുവാരിയോ ബട്ട് വിൻ ബ്ലാക്ക് ആൻഡ് റസ്റ്റിക് കളേഴ്സ്. അതായത് നോർമൽ സാച്ചുവാരിയോ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ അർബസ്കാറ്റോ കജാരിയയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് ആണ്. അർബസ്കാറ്റോയ്ക്കകത്ത് വൈറ്റ് ബേസിനകത്ത് ബ്ലാക്ക് ലൈൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ ലോഞ്ച് ചെയ്ത ഈ മെറ്റീരിയലിനകത്ത് ആദ്യമായിട്ട് ഇറങ്ങുന്നത് കേരളത്തില് ഇവിടെ AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലത്താണ്. ഈ പ്രൊഡക്റ്റിനകത്ത് ബ്ലാക്ക് ലൈൻസ് മാത്രമല്ല, ബ്ലാക്കിനകത്ത് തന്നെ ഷാഡോ ആയിട്ട് റെസ്റ്റിന്റെ ലൈൻസും കൂടെ ഓടുന്നുണ്ട്. അതാണ് ഇതിന്റെ ബ്യൂട്ടി. ബെനറ്റ് സാച്ചുവാരിയോ നിങ്ങൾക്ക് ഓൺലൈൻ ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബെനറ്റ് സാച്ചുവാരിയോ വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര ഗ്രെയിനി ആണ്. ലേയർഡ് ഫിനിഷ് ആണ്. സോ വിച്ച് മീൻസ് അർബസ്കാറ്റോയ്ക്കകത്ത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ കളറാണ്. ഈ വൈറ്റ്നെസ് ആണ് അർബസ്കാറ്റോന്റെ ക്യാരക്ടർ. പക്ഷെ ബെനറ്റ് സാച്ചുവാരിയോയിൽ വരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ലെയേഴ്സ് ആണ്. സോ വിച്ച് മീൻസ് നമ്മൾ കാണുന്ന ഒരു ലെയർ അല്ലെ ഫോക്കസ് ആയി ഇരിക്കുന്ന കുറച്ച് ഗ്രെയിൻസ് ഉണ്ട്. ഫോക്കസിന് പുറമെ ഒരു വെള്ളക്കകത്ത് താഴെ ഒരു ലെയർ ആയിട്ട് കിടക്കുന്ന കുറച്ച് ഗ്രെയിൻസ് ഇതിനകത്തുണ്ട്. ഞാൻ പറയുന്ന എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പക്ഷെ നേരിട്ട് കണ്ടാൽ ആ ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ വളരെയധികം ഡെപ്ത് ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. സോ പ്യുവർ വൈറ്റ് പിഗ്മെന്റ് ആണെങ്കിൽ പോലും ഈ ബ്ലാക്കിനകത്ത് ഒരു ഡേർട്ടി ബ്ലാക്ക് കളർ ഇങ്ങനെ അതിൻ്റെ അകത്ത് സ്പ്രെഡായി കിടപ്പുണ്ട്. സോ യു ഹാവ് ടു കം ആൻഡ് സീ ഇറ്റ്. ഇതിൽ കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് ആണ്. തീരെ ചീപ്പല്ല. 100 റുപ്പീസ് റേഞ്ച് ആണ്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സംതിങ് ഡിഫറെന്റ് ഇൻ സാച്ചുവാരിയോ, ബെനറ്റ് സാച്ചുവാരിയോ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യണം. ഇനി ലേറ്റസ്റ്റ് ലോഞ്ചിനകത്ത് 3ാമത്തെ ഐറ്റം, അത് കജാരിയയുടെ ഒരു വലിയൊരു വീക്ക്നെസ് തന്നെയാണ്. അതായത് കജാരിയയ്ക്ക് പോളിഷ്ഡിനകത്ത് ഗ്രേ ഫിനിഷസ് കുറവാണ്. കജാരിയ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന വൈറ്റ് ബേസും ക്രീം ബേസും അങ്ങനത്തെ പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ മർഫിൽ, ടോപ്പേ, ക്രീം, ബേജ്, ബ്രൗൺ അങ്ങനത്തെ കളേഴ്സിലാണ് കൂടുതൽ ശ്രദ്ധ നിന്ന്. കജാരിയയ്ക്ക് ആക്ച്വലി ഗ്രേ കളർ 160/80 160/80 എസ്പെഷ്യലി വളരെ കുറവായിരുന്നു. സോ ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ലോഞ്ച് കജാരിയയുടെ വെഞ്ചി ഗ്രേ. വെഞ്ചി ഗ്രേ ഓൾറെഡി ഇൻഫിനിറ്റിയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു 4x2 സൈസിലെ ഒരു ടൈലാണ്. ഇപ്പം കജാരിയ അത് 160/80 കൊണ്ടുവന്നിട്ടുണ്ട്. ഐ എം ഷുവർ അധികം താമസിക്കാതെ വെഞ്ചി ഗ്രേ 6x4 സൈസിലും കിട്ടും. കാരണം അത്രയും നല്ല ഗ്രെയിൻസും അത്രയും നല്ല ഒരു പ്രിന്റ് ആണ് വെഞ്ചി ഗ്രേ. സോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഗ്രേ കളർ ടൈലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി വെഞ്ചി ഗ്രേ എല്ലാ സൈസിലും അവൈലബിൾ ആണ്. ഇപ്പോൾ 160 അവൈലബിൾ ആണ്, 4x2 അവൈലബിൾ ആണ്. പക്ഷേ 4x2 ഇത് കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡാണ്. 160/80 വന്നപ്പോഴത്തേക്ക് സ്വല്പം ഡാർക്ക് ആയിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഭംഗി എങ്ങും പോയിട്ടില്ല. സോ ഇത് 80 and 100 ഇടയ്ക്ക് ഒരു 90 റുപ്പീസ് റേഞ്ചിൽ വരുന്ന മെറ്റീരിയലാണ്. സോ നമ്മൾ വിചാരിക്കും 90 റുപ്പീസ് റേഞ്ചിൽ 6x4 ഉണ്ട് കജാരിയയ്ക്ക്, പിന്നെ എങ്ങനെയാണ് 160/80 ഇത്രയും കോസ്റ്റ് വരുന്നത്? അതിന്റെ റീസൺ അതിന്റെ R&D എക്സ്പെൻസസ് ആയിരിക്കാം എന്ന് ഞാൻ പ്രൊഡിക്ട് ചെയ്യുന്നു. കാരണം 160/80 കജാരിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തുന്ന, ഏറ്റവും പുതിയ ഡിസൈൻസ്, ഫിനിഷേഴ്സ് എല്ലാം കജാരിയ ഇറക്കുന്ന 160/80. സോ ഇന്നും അവർ ഈ സൈസിനെ ഡിഗ്രേഡ് ചെയ്തിട്ടില്ല. ഈ സൈസിന്റെ ഒരു പ്രാധാന്യം ഇന്നും കജാരിയ കൊടുക്കുന്നുണ്ട്. സോ ദീസ് ആർ ദി 3 ന്യൂ പ്രൊഡക്ട്സ്. ഇനി എന്തായാലും 160/80 കജാരിയെ കുറിച്ച് നമ്മൾ പറയാം. നമുക്ക് പെട്ടെന്ന് കജാരിയ എറ്റർണിറ്റി 160/80 കുറച്ച് വേറെ ഡിസൈൻസ് കണ്ടു നോക്കാം. So let's start from Valmont Murphy and Valmont Beige. Valmont series കജാരിയയുടെ ഒരു ഗ്രേ കളർ മാറ്റ് ഫിനിഷ് സീരീസ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ടെക്സ്ചർ ആണ്. ഒരുപാട് സ്മൂത്തും അല്ല, എന്നാൽ ഒരുപാട് ഹാർഡും അല്ല. റസ്റ്റിക്കിനും സ്മൂത്തിനും ഇടയ്ക്ക് എവിടെയോ നിൽക്കുന്ന ഒരു ലെയർ ആണ്, ഒരു ഫിനിഷ് ആണ്. അപ്പം ഈ ഫിനിഷിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് യുണീക്ക് ആണ്. ഇതുവരെ ഞാൻ വേറെ ഒരു ടൈലിലും ഈ ഒരു റസ്റ്റിക് ഫിനിഷ് കണ്ടിട്ടില്ല. സ്മൂത്ത് ആൻഡ് റസ്റ്റിക് അറ്റ് ദ സെയിം ടൈം. നൗ പ്രിന്റിന്റെ കാര്യം പറയുവാണെങ്കിൽ നോർമലി പ്രിന്റ്സ് ഒന്നെങ്കിൽ സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷ് ആയിരിക്കും, അല്ലെങ്കിൽ മാർബിളിന്റെ മാറ്റ് ഫിനിഷസ് ആയിരിക്കും.
പക്ഷേ വാൾമോണ്ട് സീരീസിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റാലിയൻ സാൻഡ് സ്റ്റോണിന്റെ പ്രിന്റ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ ഈ സാൻഡ് സ്റ്റോൺ പ്രിന്റ്സ് ഇപ്പം വളരെയധികം കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. കജാരിയ ഇൻഫിനിറ്റിയിലും നമുക്ക് ആന്റിക്കോ ഗ്രേ എന്ന് പറയുന്ന ഒരു സാൻഡ് സ്റ്റോൺ ഫിനിഷ് ഭയങ്കര പോപ്പുലർ ആണ്. പക്ഷെ അത് 4x2 സൈസിലാണ്. ഏകദേശം അതിനോട് സാമ്യമുള്ള ഒരു പ്രിന്റ് ആണ് വാൾമോണ്ട് മാർഫിലിനകത്ത് നമുക്ക് കിട്ടുന്നത്. സാൻഡ് സ്റ്റോണിന്റെ പ്രിന്റ് ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് അറിയത്തില്ല ഇതിനകത്ത് ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടോ. പക്ഷേ നിങ്ങൾ ഗ്രേ കളർ ഫ്ലോറിംഗ് അല്ലെങ്കിൽ ഗ്രേ കളർ ബാത്റൂം കോമ്പിനേഷൻ ഇൻ ബിഗ് സൈസ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വാൾമോണ്ട് സീരീസ് നിങ്ങൾ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് 16080 കജാരിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാശ്മീർ മാർഫിലിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാശ്മീർ മാർഫിൽ കജാരിയുടെ ഓൾ ടൈം സക്സസ്ഫുൾ മെറ്റീരിയൽ ആണ്. എനിക്ക് തോന്നുന്നത് കജാരിയുടെ എറ്റേണിറ്റിയുടെ 50% പ്രൊഡക്ഷൻ കാശ്മീർ മാർഫിലും അതിന്റെ പല സൈസുകളും മാത്രമാണ്. പക്ഷേ എത്ര കണ്ടാലും മതി വരാത്ത, എത്ര എടുത്ത് നമ്മൾ കണ്ടാലും അതിന്റെ പുതുമ ഇന്നും നിലനിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് കാശ്മീർ മാർഫിൽ. സോ പ്രത്യേകിച്ച് ഒരു ഡിസൈനോ കളറോ ഒന്നും നിങ്ങളുടെ മൈൻഡിൽ ഇല്ല. പക്ഷേ നിങ്ങൾ 90 രൂപ റേഞ്ചിൽ 16080 സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഡെഫിനറ്റ്ലി കാശ്മീർ മാർഫിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ടൈലാണ്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. മാർബിളിന്റെ ഗ്രെയിൻസ് ആണ്, മർഫിൽ ഷെയ്ഡ് ആണ്, ഒരുപാട് ഗ്രെയിൻസ് ഉണ്ട്, ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഒരു ലൈഫ് ടൈം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ മടുക്കത്തില്ല. നൗ കം ടു ദി മോസ്റ്റ് സ്പെഷ്യൽ ടൈൽ ഇൻ ഇന്ത്യൻ ടൈൽ ഇൻഡസ്ട്രി. ഇന്ത്യയിൽ ഏറ്റവും നല്ല വൈറ്റ് ടൈൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പ്യുവർ വൈറ്റ് ടൈൽ ഇടണം, പക്ഷേ ഒരു 100 രൂപ റേഞ്ചിനകത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് പ്രിസ്റ്റീൻ വൈറ്റ്, അഗൈൻ ബൈ കജാരിയ എറ്റർണിറ്റി 16080. പ്രിസ്റ്റീൻ വൈറ്റിന്റെ വൈറ്റ്നസ് ഒരു പ്രത്യേക വൈറ്റ്നസ് ആണ്. ഇതിനെ ബീറ്റ് ചെയ്യാൻ ഒരു വൈറ്റും മാർക്കറ്റിലില്ല. ഏറ്റവും ഇൻ ഡിമാൻഡ് മെറ്റീരിയൽ ആണ്. വേറെ ഒന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. വൈറ്റ്നസ് ഒരിക്കലും സ്ക്രീനിൽ കറക്റ്റ് ആയിട്ട് വരുന്നില്ല. സോ ഡെഫിനറ്റ്ലി ഷോറൂമിൽ വന്നാൽ നിങ്ങൾക്ക് ഈ വൈറ്റ് മറ്റ് വൈറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. വൈറ്റ് ആണ് നിങ്ങളുടെ ഡ്രീം ഫ്ലോറിംഗ് എങ്കിൽ പ്രിസ്റ്റീൻ വൈറ്റ് ഈസ് ഡെഫിനറ്റ് ടൈൽ ടു ബി കൺസിഡർ. പക്ഷേ വൈറ്റ് ടൈൽ വിരിക്കുമ്പോൾ അതിനി ഏത് കമ്പനിയുടെ ആണെങ്കിലും എന്താണെന്ന് പറഞ്ഞാലും 8 to 10 mm റേഞ്ചിലെ ഒരു ടൈൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന്റെ ബാക്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബാക്കിൽ വൈറ്റ് ടൈൽ അദസീവ് മൊത്തത്തിൽ അപ്ലൈ ചെയ്യണം. വൈറ്റ് ടൈൽ അദസീവ് വേണം ഇതിനെ കോൺടാക്ട് ചെയ്യേണ്ടത്. അടുത്ത ലെയറിൽ, അതായത് ഫ്ലോറിലോ വാളിലോ ഏത് കളറിലെ ഗ്രൗട്ട് ഇട്ടാലും ഇതിന്റെ ബാക്കിൽ വൈറ്റ് പശ അപ്ലൈ ചെയ്യണം. അതൊരു ജനറൽ റൂൾ ആണ്. ഇനി നിങ്ങൾ 30 രൂപയുടെ ഗുജറാത്ത് ടൈൽ എടുത്താലും 100 രൂപയുടെ പ്രിസ്റ്റീൻ വൈറ്റ് എടുത്താലും നിങ്ങൾക്ക് രണ്ടും എടുത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് ഒരു ബഡ്ജറ്റ് നോക്കരുത്. കാരണം വൈറ്റ് ടൈൽ ആണ് എപ്പോഴും സസെപ്റ്റിബിൾ ടു സ്റ്റെയിൻസ് ആണ്. അല്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ, ഒരു 5-6 വർഷം കഴിയുമ്പോൾ എഡ്ജസ് കറക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ അറിയത്തില്ല, പക്ഷേ നമ്മുടെ ഫ്ലോറിനകത്തുനിന്ന് എപ്പോഴും ഒരു എയറിന്റെയും വാട്ടറിന്റെയും ഒരു മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റ് നടക്കുന്ന എപ്പോഴും ഈ ജോയിന്റിൽ കൂടാണ്. അതുകൊണ്ട് പല വീട്ടുകാരും വൈറ്റ് ടൈൽ ഇട്ടവർ അവർക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ, ഒരു 3 to 6 years കഴിയുമ്പോഴത്തേക്ക് വൈറ്റ് ടൈലിന്റെ എഡ്ജസ് ഡാർക്ക് ആവുന്നതായിട്ട് ഫീൽ ചെയ്യും. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ടൈൽ ബെഡ്, ഈ ടൈലിന്റെ താഴെ കിടക്കുന്ന സിമെന്റ് ബെഡിന് അതിനകത്ത് ഒരു ഇക്കോസിസ്റ്റം ഉണ്ട്. ലിവിംഗ് ഓർഗനൈസേഷൻസ് ഇല്ലെങ്കിലും മോയ്സ്ചറും എയറും കണ്ടിന്യൂസ്ലി അതുവഴി സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ സർക്കുലേഷനിലാണ് ഇത് വരുന്നത്. സോ താഴെ വൈറ്റ് അദസീവ് ഇടുവാണെങ്കിൽ അതൊരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ആണ്. ഈ പറയുന്ന പ്രോബ്ലംസ് വരാതിരിക്കാൻ ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ ആണ്. എൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും കാണുന്ന കജാരിയ എറ്റേണിറ്റിയുടെ 16080 ഏറ്റവും സക്സസ്ഫുൾ, ഏറ്റവും പ്രസ്റ്റീജിയസ് മെറ്റീരിയൽസ് ആണ്. റൈറ്റ് സൈഡിൽ കാശ്മീർ മാർഫിലാണ് വീണ്ടും, പക്ഷേ ഇപ്രാവശ്യം അത് കാർവിംഗ് ഫിനിഷിലാണ്. സോ കാർവിംഗ് ഓർ ഷുഗർ ഫിനിഷ് യു ക്യാൻ കോൾ ഇറ്റ്. അപ്പം കാർവിംഗ് ഓർ ഷുഗർ ഫിനിഷിൽ ഈ കാശ്മീർ മാർഫിൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് വീണ്ടും ഒന്നും പറയാനില്ല. കാശ്മീർ മാർഫിലിനെ കുറിച്ച് ഞാൻ നേരത്തെ എന്ത് പറഞ്ഞു അത് തന്നെ പറയാം. പക്ഷേ എലിഗൻസിന്റെ ഒരു നോച്ചും കൂടെ മേളിലോട്ടാണ്. സോ അഗൈൻ 100 rupees റേഞ്ച് ആണ്. 90 to 100 rupees റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ ആണ്. സ്വല്പം എക്സ്പെൻസീവാ, പക്ഷേ ഈക്വലി ഗുഡ് ആണ്. ഒരു കംപ്ലൈന്റും ഇല്ല. നിങ്ങൾക്ക് ഇടാവുന്ന ഈ കളർ നിങ്ങൾ ഓക്കെ ആണ്, മാർബിളിന്റെ പ്രിന്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ഈ ടൈലിലേക്ക് വരാം. ഇനി അടുത്ത അർബസ്കാറ്റോ. നമ്മൾ നേരത്തെ ബെനറ്റ് സാച്ചുവാരിയോ പറഞ്ഞ സമയത്ത് അർബസ്കാറ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അർബസ്കാറ്റോയുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇതിന്റെ വൈറ്റ് കളറാണ്. സോ ബേസ് കളർ വൈറ്റ്, സൂപ്പർ വൈറ്റ് പിഗ്മെന്റ് ആണ്. അതിനകത്ത് റാൻഡം സാച്ചുവാരിയോ ഗ്രെയിൻസ് ഉണ്ട്. സോ കുറച്ചുകൂടെ വീടിന് വലുപ്പമുണ്ട്, അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഏറ്റവും എക്സോട്ടിക് ഫ്ലോറിംഗ് ആണ് സാച്ചുവാരിയോ ഫ്ലോറിംഗ്, എസ്പെഷ്യലി ഈ ഒരു ഫോർമാറ്റിൽ ഗ്രെയിൻസ് വരുമ്പം. അപ്പം ഈ ഒരു ഗ്രെയിൻസ് ചെറിയൊരു സ്പേസിനെ എക്സോട്ടിക് ആക്കും, വലിയൊരു സ്പേസിനെ എക്സോട്ടിക് ആക്കും. സോ is basically for those people who can handle exotic looks and feels in everyday life. So അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ബട്ട് നിങ്ങളുടെ ചോയ്സ് ഇതാണെങ്കിൽ അർബസ്കാറ്റോ is the best tile to have in white സാച്ചുവാരിയോ. ഇനി നമുക്ക് പോകാം ഒരു ബഡ്ജറ്റ് ടൈൽ. ഈ ടൈലിന്റെ പേരാണ് ഒനിക്സ് പേൾ ആണ്. സോ ഒനിക്സ് നമുക്കറിയാം, ഒനിക്സ് ഒരു മാർബിൾ ആണ്, ലെയർഡ് മാർബിൾ ആണ്. ഒനിക്സ് ഇസ് വെരി പോപ്പുലർ. ഒനിക്സ് മാർബിൾ ഒറിജിനലി പാകിസ്ഥാനിൽ നിന്നാണ് വരുന്നത്. സോ പാകിസ്ഥാനിനെ കുറിച്ച് ഒരു ചൊല്ലുണ്ട്, അതായത് ഒനിക്സിന്റെ മൈൻസ് ആരാണോ ഓൺ ചെയ്യുന്നത് അവരാണ് പാകിസ്ഥാൻ റൺ ചെയ്യുന്നത്. സോ നിങ്ങൾക്കറിയാം അപ്പോൾ ഒനിക്സ് മാർബിൾ എത്ര
എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഒനിക്സ് ആണ് ഇതിന്റെ ബേസ്. അപ്പോൾ ഒനിക്സിന്റെ ഒരു വെരി യുണീക് പാറ്റേൺ എന്ന് വെച്ചാൽ ഒനിക്സിൽ നമ്മൾ ജനറലി കാണുന്ന വലിയ പാച്ചസ് ആണ്. പക്ഷേ ഇതിനകത്ത് വളരെ ചെറിയ വലിയ പാച്ചസ് ഉണ്ട്. പക്ഷേ വലിയ പാച്ചസിനകത്ത് ചെറിയ ലെയേഴ്സും ലൈൻസും ഒക്കെ ഉണ്ട്. സോ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഒനിക്സിന്റെ ഒരു പാറ്റേൺ ആണ്. കൺസിസ്റ്റന്റ് ആയിട്ട് 3-4 വർഷമായിട്ട് ലോഞ്ച് ചെയ്ത അന്ന് മുതൽ കജാരി കൺസിസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്. സോ കളർ സംവെയർ ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ഗ്രേ. സോ ഗ്രേയിഷ് ഫ്ലോർ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു ഓപ്ഷൻ ആണ്. ഒത്തിരി ഡ്രാമ ഉണ്ട് ഫ്ലോറിൽ, പക്ഷേ കളറിനകത്ത് ഒരുപാട് കോൺട്രാസ്റ്റ് ഇല്ല. ജെന്റൽ കോൺട്രാസ്റ്റ് ആ. സോ വെരി എലഗന്റ്. നൗ ലെറ്റ്സ് കം ടു ദിസ് ടൈൽ. കജാരിയ 16080 ഇറക്കിയ ആദ്യത്തെ ലൈനപ്പിനകത്തുള്ള ഒരു ടൈലാണ്. ഇന്നും എലഗൻസിൽ ബീറ്റ് ചെയ്യാൻ ഈ ടൈലിനെ വേറെ ഒന്നുമില്ല മാർക്കറ്റിൽ. നിങ്ങൾ ശരിക്കും ഇറ്റാലിയൻ മാർബിൾ ആണ് താല്പര്യപ്പെടുന്ന വീട്ടിൽ വിരിക്കാൻ. പക്ഷേ ഇറ്റാലിയൻ മാർബിളിന് സ്പെൻഡ് ചെയ്യാൻ 500-600 രൂപ സ്ക്വയർ ഫീറ്റ് താല്പര്യപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്ഷനാണ് സിയോൺ ബീജ് അല്ലെങ്കിൽ സിയോൺ മർഫിൽ. ഇത് രണ്ടും ഒരേ പ്രിന്റ് ആണ്. സിയോൺ സീരീസിലെ പ്രിന്റ് ആണ്. 2 കളറിൽ വരും. ഡിഫറൻസ് ഈസ് സിയോൺ ബീജിനകത്ത് ഒരു റെഡിഷ്നെസ് സ്വല്പം കൂടുതലുണ്ട്, സ്വല്പം നിറമുണ്ട്. പക്ഷേ സിയോൺ മർഫിലിനകത്ത് ഇത്രയും നിറം കാണത്തില്ല. അതും നമ്മൾ കാണിക്കാം. ബട്ട് ബീങ് ലൈറ്റ് ഷെയ്ഡ്സ് നമുക്ക് അറിയത്തില്ല സ്ക്രീനിൽ എത്രത്തോളം ഇത് ക്യാപ്ചർ ചെയ്യും. പക്ഷേ എവിടെയെങ്കിലും നിങ്ങളുടെ അടുത്തൊരു ഷോറൂം ഉണ്ട്, നിങ്ങൾ ഒത്തന്റിക് ഇറ്റാലിയൻ മാർബിൾ, അതായത് ആരുടെയും ശ്രദ്ധയപ്പെടാതെ ഒരു ഒറിജിനൽ ഒത്തന്റിക് ഇറ്റാലിയൻ മാർബിൾ, ലെറ്റ്സ് ഒരു മാരിയറ്റ് പോലത്തെ അല്ലെങ്കിൽ ഹയാത്ത് പോലത്തെ, ഹയാത്ത് ഞാൻ പറയത്തില്ല, ഒരു മാരിയറ്റ് പോലത്തെ ഒരു ബിസിനസ് ഹോട്ടൽസ് യൂസ് ചെയ്യുന്ന ഒരു മാർബിൾ റേഞ്ച് ആണ് ഈ സിയോൺ ബീജിന്റെ പ്രിന്റ് നമ്മൾ കാണുന്നത്. സോ ഒറിജിനൽ ഇറ്റാലിയൻ മാർബിളിന്റെ ലൈനപ്പിൽ ക്രീമ മർഫിൽ അല്ലെങ്കിൽ ക്രീമ മാർബിൾ എന്നൊക്കെ പറഞ്ഞ കുറെ മെറ്റീരിയൽസ് ഉണ്ട്. ആ ഇറ്റാലിയൻ മാർബിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വളരെ നേരിയ പ്രിന്റ് കാണും, വളരെ നേരിയ കളറായിരിക്കും, ആരുടെയും ശ്രദ്ധയപ്പെടത്തില്ല, വളരെ സട്ടിലായിട്ട് ഒരു പ്രീമിയം ഫ്ലോറിംഗ് ആയിട്ട് അവിടെ കിടക്കും. സോ അതാണ് ബിസിനസ് ഹോട്ടൽസ്. പക്ഷേ കുറച്ചുകൂടെ പറയുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഹോട്ടൽസ് അല്ലെങ്കിൽ ഒരു ട്രോഫി ഹോട്ടൽസ്, ഒരു ഗ്രൂപ്പ് ഭയങ്കരമായിട്ട് ടൂറിസം അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഓപ്പുലൻസ് കാണിക്കുന്ന ഹോട്ടൽസ്, ഹയാത്ത് പോലത്തെ ഹോട്ടൽസ് ആണെങ്കിൽ അവർ ഇതുപോലത്തെ മാർബിൾസ് ഉപയോഗിക്കാറില്ല. അവർ കുറച്ചുകൂടെ നല്ല ഗ്രെയിൻസ് എടുത്ത് കാണിക്കുന്ന ബ്രേസിയ അറോറ അല്ലെങ്കിൽ അതുപോലത്തെ ഹെവി ഗ്രെയിൻസ് ഉള്ള മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ ബോട്ടോച്ചീനോ അതുപോലത്തെ മാർബിൾസ് ആണ് ഉപയോഗിക്കുന്നത്. സോ ഗോ ഫോർ എ ബിസിനസ് ഹോട്ടൽ. ബിസിനസ് ഹോട്ടൽസ് ആണ് എല്ലാവർക്കും ഇഷ്ടം. നമുക്കറിയാം ഇപ്പം സാധാരണക്കാർ പോലും ബിസിനസ് ഹോട്ടൽ ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടൂറിസ്റ്റ് ഹോട്ടൽ. സോ അങ്ങനെ ഒരു പാരഡൈം ഷിഫ്റ്റ് ഇപ്പം മൊത്തം ഹോട്ടലിംഗ് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ടൈൽസ് വീണ്ടും ഒരിടയ്ക്ക് ഇതങ്ങ് താന്നു പോയായിരുന്നു ഈ ടൈൽസ്. പക്ഷേ ഇപ്പം സിയോൺ സീരീസ് വീണ്ടും നല്ല രീതിയിൽ ഡിമാൻഡിൽ വരുന്നുണ്ട്. ഇത് സിയോൺ ബീജ് ആണ്. സോ ഇത് ശരിക്കും സ്റ്റോക്കിലുണ്ട്, അതുകൊണ്ട് ഇത് മെയിൻ ഡിസ്പ്ലേയിലുണ്ട്. സിയോൺ മർഫിൽ ഇപ്പോൾ സ്റ്റോക്കിൽ കുറവാണ്. സോ അത് ആൻസിലറി സ്റ്റോക്കിലുണ്ട്, അത് നമ്മൾ കാണിക്കാം. പക്ഷേ സിയോൺ ബീജിന്റെ ഒരു പ്രത്യേകത ഗ്രെയിൻസിന്റെ എന്താണെന്ന് വെച്ചാൽ ഹെവി റാൻഡംനെസ് ആണ്. അതായത് ഒരു ടൈലും അടുത്ത ടൈലും തമ്മിൽ യാതൊരു ബന്ധവും കാണത്തില്ല. പക്ഷേ കളർ കോൺട്രാസ്റ്റ് ഒരുപാട് കുറവായതുകൊണ്ട് നമുക്ക് ഈ പാച്ചസ് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. സോ ദ ഡിഫറൻസ്, ദ എഫക്ട് ഓഫ് ദിസ് കോമ്പിനേഷൻ ഈസ് ദാറ്റ് ഒറിജിനൽ ഇറ്റാലിയൻ മാർബിൾ തന്നെ ഫ്ലോറിൽ കിടക്കുന്ന ഒരു ഫീൽ കിട്ടും. സോ സിയോൺ ബീജ് നമ്മൾ കണ്ട്, നമുക്ക് ഇതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെ സിയോൺ മർഫിലും കൂടെ ഒന്ന് കണ്ടു നോക്കാം. സോ ഇതാണ് സിയോൺ മർഫിൽ. തമ്മിൽ കുറച്ചുകൂടെ കൂടുതൽ പോപ്പുലർ, കുറച്ചുകൂടെ കൂടുതൽ സെയിലുള്ള സിയോൺ മർഫിലാണ്. ഇപ്പോൾ സ്റ്റോക്ക് കുറവായതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ആൻസിലറി പോയിന്റിൽ ഇട്ടേക്കുന്നത്. സോ ഇതിനകത്ത് നമുക്ക് കണ്ടാൽ അറിയാം വളരെ ഹെവി പാച്ചിങ് ആണ്. ഒരു ബന്ധവും ഇല്ല ഒരു ടൈലും അടുത്ത ടൈലും തമ്മിൽ. പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ച് നോക്കിയാലേ ഈ 2 ടൈലും ഇത്രയും ഡിഫറൻസ് ഉണ്ട് ഡിസൈനിൽ നമ്മൾ അറിയത്തുള്ളൂ. അത് അവർ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കളർ കോൺട്രാസ്റ്റ് ഭയങ്കരമായിട്ട് കുറച്ചിട്ടേക്കുക. അപ്പോൾ കോൺട്രാസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കണ്ണിന് പെട്ടെന്ന് ഇതിന്റെ ഡിഫറൻസ് പിടിക്കാൻ പറ്റത്തില്ല. സോ ഇറ്റ്സ് ആസ് ക്ലോസ് ടു ഇറ്റാലിയൻ മാർബിൾ, സ്പെഷ്യലി ബിസിനസ് ഹോട്ടൽസിൽ യൂസ് ചെയ്യുന്ന ഇറ്റാലിയൻ മാർബിൾസ്. ഞാൻ വീണ്ടും പറയുന്നില്ല, പറഞ്ഞു തന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കും ഞാൻ ഇതിന്റെ പുറത്ത് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ഷൻ 16080യുടെ കജാരിയയുടെ പോപ്പുലർ ടൈൽ. സോ ഹോപ്പ് യു ലൈക്ക് ടീം ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്സുമായിട്ട് വീണ്ടും വരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ സാനിറ്ററിയെ കുറിച്ച് ഒരു ബോംബുമായിട്ട് ഞങ്ങൾ വരുവാണ്. യെസ്, സാനിറ്ററി ഐറ്റംസിനകത്ത് നമ്മൾ എൻറ്റയർലി പുതിയ ഒരു ലോ കോസ്റ്റ് ലൈനപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതിന്റെ പാർട്സ് ആൻഡ് പ്രൈസസ് അതായിരിക്കും അടുത്ത വീഡിയോ. സോ കീപ് പോസ്റ്റഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ ഫോർ നൗ.